ജൂലൈ 25 വ്യാഴാഴ്ച വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ. മത്തായി 20 മുതൽ 28 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വലിയ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളും ആദ്യം രക്തസാക്ഷിത്വം വരിച്ച ആളുമാണ് ജെയിംസ്. സെബദിയുടെ മകൻ, സെയിൻറ്റ് ജെയിംസ് ദ ഗ്രേറ്റ്, സെയിൻറ്റ് ജെയിംസ് ദി എൽഡർ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു. സെബദിയുടെയും സലോമിയുടെയും മകനായിരുന്നു ജെയിംസ്. സലോമി മറിയത്തിൻ്റെ, അതായത് യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയായിരുന്നു. അങ്ങനെ ജെയിംസ് യേശുവിൻ്റെ കസിൻ ബ്രദറായി. ജെയിംസ് അപ്പോസ്തലനെ ജെയിംസ് ദ ലെസ് എന്നതിൽ നിന്ന് വേർതിരിച്ചറിയാനാണ് ജെയിംസ് ദ ഗ്രേറ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോസ്തലനായിരുന്ന യോഹന്നാൻ്റെ സഹോദരനുമായിരുന്നു ജെയിംസ് ദ ഗ്രേറ്റ്. ഇന്നത്തെ സുവിശേഷം നാം കേൾക്കുന്നത് ജെയിംസിൻ്റെയും ജോണിൻ്റെയും അമ്മയുടെ കഥയാണ്. ഈ അമ്മ യേശുവിനെ സമീപിച്ച് അവനോട് പറഞ്ഞു, എൻ്റെ മക്കൾ, നിന്റെ രാജ്യത്തിൽ ഒരുവൻ നിന്റെ വലത്തും മറ്റേയാൾ ഇടത്തും ഇരിക്കാൻ കൽപ്പിക്കുക. ഈ അഭ്യർത്ഥന കേട്ട് യേശു അത്ഭുതപ്പെട്ടിരിക്കണം. വിചിത്രമായ പല അഭ്യർത്ഥനകളും യേശുവിന് ലഭിച്ചിരുന്നു. എന്നാലും ഈ സ്ത്രീ തൻ്റെ അഭ്യർത്ഥനയിൽ അവനെ സമീപിച്ച മറ്റാരേക്കാളും ധൈര്യമുള്ളവളായിരുന്നു. അവളുടെ അഭ്യർത്ഥന മിക്കവാറും തൻ്റെ 2 ആൺമക്കൾക്കും പ്രശസ്തിയും ഭാഗ്യവും അധികാരവും കൊണ്ടുവരുമെന്ന് ആ അമ്മ വിശ്വസിച്ചു. എന്നിരുന്നാലും തൻ്റെ രാജ്യം അവൾ വിചാരിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് യേശുവിനറിയാമായിരുന്നു. യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാകുന്നവർ തീർച്ചയായും പീഡകൾ അനുഭവിക്കേണ്ടി വരും. താൻ കുടിക്കാൻ പോകുന്ന പാനപാത്രത്തിൽ നിന്ന് അവളുടെ മക്കൾ കുടിക്കാൻ തയ്യാറാണോ എന്ന് യേശു ചോദിച്ചു. ഉടനെ അവളുടെ മക്കൾ തങ്ങൾ അതിന് തയ്യാറാണെന്ന് മറുപടിയും നൽകി. അപ്പോൾ തൻ്റെ വലത്തും ഇടത്തും ആരൊക്കെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് താനല്ല എന്നും അത് പിതാവായ ദൈവത്തിൻ്റെ തീരുമാനമാണെന്നും യേശു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് ഈ 2 സഹോദരന്മാരോട് അങ്ങേയറ്റം ദേഷ്യവും അസ്വസ്ഥതയും ഉണ്ടായി. അവരും വളരെ കാലമായി യേശുവിനോടൊപ്പം ഉള്ളവരാണ്. യേശുവിൻ്റെ വലതോ ഇടതോ ഇരിക്കുവാനുള്ള ഭാഗ്യം തങ്ങൾക്കും ഉണ്ടായിരിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കാം. അപ്പോൾ യേശു അധികാരം ആഗ്രഹിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. അംഗീകാരത്തിനും അഭിനന്ദനത്തിനും വേണ്ടി മനുഷ്യരുടെ ഉള്ളിൽ സ്വതസിദ്ധമായ ഒരാഗ്രഹമുണ്ട്. ഇതെല്ലാം മിതമായ രീതിയിൽ നല്ലതുമാണ്. എന്നിരുന്നാലും സമൃദ്ധമായ അംഗീകാരമോ പ്രശംസയോ ലഭിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ഒരു അഹംഭാവം വളർത്തിയെടുക്കുകയും അത് വലിയ അനാരോഗ്യകരമായി തീരുകയും ചെയ്യും. തൻ്റെ ശിഷ്യന്മാർ എളിമയുള്ളവരായിരിക്കണമെന്നാണ് യേശു ആഗ്രഹിച്ചത്. വിനയം ആവശ്യപ്പെടുന്നത് നാം എന്താകുന്നുവോ അതായിരിക്കുകയും
നമ്മുടെ ദുർബലവും അപൂർണമായ സമ്മാനം ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റുള്ളവരുമായി പങ്കിടുകയും വേണം. നമ്മുടെ ദൈവദാനങ്ങൾ, സ്നേഹം, ഇതെല്ലാം ഉദാരമായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ എല്ലാ ദിവസവും യേശു നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ദാനങ്ങളും സ്നേഹവും പങ്കുവയ്ക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുകയാണ്. ഇതിൽ കൂടുതൽ എന്തിനു വേണ്ടിയാണ് നമുക്ക് ചോദിക്കാൻ കഴിയുക? എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.